ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ നോക്കുന്നത് മാനേജറിയൽ എക്കണോമിക്സ് ചാപ്റ്റർ 1 ആണ്. ചാപ്റ്റർ 1 ഇൻട്രഡക്ഷൻ ടു മാനേജറിയൽ എക്കണോമിക്സ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തന്നെ എക്കണോമിക്സ് എന്താണെന്ന് അറിയണം. അപ്പോൾ എക്കണോമിക്സിൻ്റെ മീനിങ്ങും ഡെഫിനിഷൻസും നോക്കാം. നമുക്ക് എക്കണോമിക്സ് എന്താണെന്ന് നോക്കാം. എക്കണോമിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ സയൻസ് ആണ്. ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് സോഷ്യൽ സയൻസ്. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സോഷ്യലായിട്ടും സയൻസായിട്ടും നമുക്കതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സോഷ്യൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാൻകൈൻഡിനെ പറ്റിയിട്ടും സൊസൈറ്റീനെ പറ്റിയിട്ടും അതേപോലെ ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയിട്ടും എല്ലാം സ്റ്റഡി ചെയ്യുന്ന ഇതാണ് ഇതെന്ന് പറയുന്നത് എക്കണോമിക്സ് ആസ് എ സോഷ്യൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എക്കണോമിക്സ് ആസ് എ സയൻസ് എന്ന രീതിയിൽ ഇറ്റ് സ്റ്റഡി ദി സോഷ്യൽ പ്രോബ്ലംസ്. സൊസൈറ്റിയിൽ വരുന്ന പ്രോബ്ലംസ് സ്റ്റഡി ചെയ്യുക. അതുകൊണ്ടാണ് എക്കണോമിക്സിനെ നമ്മൾ സയൻസ് ആയിട്ട് പറയുന്നത്. ദെൻ നമുക്കിതിൻ്റെ ഡെഫിനിഷൻസ് നോക്കാം. എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻസ് ഓരോ ഓതേഴ്സിനും അവരുടേതായിട്ടുള്ള ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നതാണ് ആദം സ്മിത്തിൻ്റെ ഡെഫിനിഷൻ. ദാറ്റ് ഈസ് ആദം സ്മിത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നതാണ് വെൽത്ത് ഡെഫിനിഷൻ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡെഫിനിഷൻ. ദെൻ മാർഷൽസിൻ്റെ ഡെഫിനിഷനാണ് വെൽഫെയർ അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ ഡെഫിനിഷൻ. ദെൻ റോബിൻസിൻ്റെ ഡെഫിനിഷനാണ് സ്കെയേഴ്സിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദെൻ മോഡേൺ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സാമുവൽ സൺസിൻ്റെയാണ് മോഡേൺ ഡെഫിനിഷൻ. അതാണ് ഗ്രോത്ത് ഡെഫിനിഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മെയിനായിട്ടും 4 ഓതേഴ്സിൻ്റെ ഡെഫിനിഷനാണ് നിങ്ങൾക്കുള്ളത്. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേതെങ്കിലും ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാളുടെ എടുത്തിട്ട് സെപ്പറേറ്റ് എടുത്തിട്ട് ഡിഫൈൻ ആദം സ്മിത്ത് ഡെഫിനിഷൻ അങ്ങനെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഡിഫൈൻ വെൽത്ത് ഡെഫിനിഷൻ അങ്ങനെയും സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാ ഡെഫിനിഷൻസും നിങ്ങൾ നന്നായിട്ട് നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്ന ടോപ്പിക്കാണ് ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് എന്താണെന്ന്. മെയിനായിട്ടും എക്കണോമിക്സിൻ്റെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ മാക്രോ എക്കണോമിക്സ്, സെക്കൻഡ് വൺ മൈക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മൾ എക്കണോമിനെ പറ്റിയിട്ട് മുഴുവനായിട്ടും സ്റ്റഡി ചെയ്യുക. സ്റ്റഡി ദി എക്കണോമി ആസ് എ ഹോൾ അല്ലെങ്കിൽ എൻറ്റയർ എക്കണോമിനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ് മാക്രോ. മൊത്തത്തിൽ നമ്മൾ സ്റ്റഡി ചെയ്യുക. ദെൻ അതുകൊണ്ട് അത് തന്നെ എന്താണ് ലാർജ് ആണ്. ഓക്കെ, മാക്രോ എക്കണോമിക്സ് സ്റ്റഡി എന്ന് പറയുന്നത് ലാർജ് ആണ്. then മൈക്രോ എക്കണോമിക്സ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. മൈക്രോ എക്കണോമിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ എ ഫേം എ കസ്റ്റമർ അവരിനെയൊക്കെ പറ്റി സ്റ്റഡി ചെയ്യുക. അതായത് മൊത്തത്തിൽ സ്റ്റഡി ചെയ്യാതെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽസിനെ മാത്രം നമ്മൾ സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫേമിനെ മാത്രം എടുത്ത് സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കസ്റ്റമറിനെ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിനെ മാത്രം എടുത്ത് സ്റ്റഡി ചെയ്യുക. അത് പറയുന്നതാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്മോൾ ഏരിയ ആണ് അത് കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് മെയിനായിട്ടും ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. മാക്രോയും മൈക്രോയും. മാക്രോ എൻറ്റയർ എക്കണോമിനെ സ്റ്റഡി ചെയ്യും, ലാർജ് ആണതുകൊണ്ട് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലാർജ് ആണ്. മൈക്രോ എക്കണോമിക്സ് ഇൻഡിവിജ്വൽ ഫേം കൺസ്യൂമറിനൊക്കെ പറ്റി സ്റ്റഡി ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സ്മോൾ ആണ്. മാനേജറിയൽ എക്കണോമിക്സ്. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഫാദർ എന്ന് പറയുന്നതാണ് ജോൾ ഡീൻ ആണ്. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഫാദർ. മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ടേം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ആരാണ്, ജോൾ ഡീൻ ആണ്. ദെൻ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമിക്സിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും ഓർത്ത് വയ്ക്കുക. അതേപോലെ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും നമുക്ക് എസ്സേ ചോദിക്കുമ്പോൾ എഴുതാനുള്ളതാണ്. സെപ്പറേറ്റ് നിങ്ങൾക്ക് 3 മാർക്കിനും ചോദിക്കാറുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി എക്കണോമിക്സ് ഫോർ മാനേജ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള ഒരു എക്കണോമിക്സ് ആണിത്. ഇത് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കറക്റ്റ് ഡിസിഷൻസൊക്കെ എടുക്കാനായിട്ട്. മാനേജറിയൽ എക്കണോമിക്സ് വളരെയധികമായിട്ട് ഹെൽപ്പ്ഫുള്ളാണ്. ഇത് അപ്ലിക്കേഷൻ ലെവലാണ്. തിയറീസൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയതാണ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് അതിൻ്റെ നാച്ചുറൽ കാറ്റഗറിസ് ഒക്കെ ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് കാറ്റഗറിസ് ആയിട്ട് പറയുന്നതാണ് മൈക്രോ എക്കണോമിക്സ്. ദെൻ സെക്കൻഡ് വൺ നോർമാറ്റീവ് സയൻസ്, തേർഡ് വൺ പ്രാഗ്മാറ്റിക്, ഫോർത്ത് വൺ പ്രിസ്ക്രിപ്റ്റീവ്, ഫിഫ്ത്ത് വൺ യൂസേഴ്സ് മാക്രോ എക്കണോമിക്സ്, സിക്സ്ത് വൺ യൂസേഴ്സ് തിയറി ഓഫ്, സെവൻത്ത് വൺ മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ്, എയ്ത്ത് വൺ മൾട്ടി ഡിസിപ്ലിനറി, ലാസ്റ്റ് വൺ ആർട്സ് ആൻഡ് സയൻസ്. അപ്പോൾ നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ ഇൻട്രഡക്ഷൻ കൊടുക്കണം. ദെൻ എക്കണോമിക്സിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും കൊടുക്കുക. ദെൻ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും കൊടുത്തിട്ട് നിങ്ങൾ ഹെഡിങ് എഴുതണം. നാച്ചുറൽ അല്ലെങ്കിൽ കാറ്റഗറിസ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് ഈ 9 പോയിൻറ്റ്സ് നിങ്ങൾ ആദ്യം എഴുതി വയ്ക്കുക. ദെൻ ഓരോന്നും നിങ്ങൾ 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് ഇത് നിങ്ങൾക്ക് എസ്സേ ആയിട്ട് ചോദിക്കുന്നതാണ്. സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്.
അപ്പോൾ എസ് ആയിട്ട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇൻട്രഡക്ഷൻ കൊടുക്കണം, എക്കണോമിക്സിൻ്റെ മീനിങ് ഡെഫിനേഷനും, ദെൻ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ മീനിങ് ഡെഫിനേഷനും കൊടുക്കാൻ, ദെൻ അതിൻ്റെ നാച്ചർ കൊടുക്കുക, ദെൻ സ്കോപ്പ് ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾ എഴുതുക. ഫസ്റ്റ് വൺ ആണ് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, സെക്കൻഡ് വൺ കോസ്റ്റ് പ്രൊഡക്ഷൻ അനാലിസിസ്, തേർഡ് വൺ പ്രൈസിംഗ് പോളിസീസ്, ഫോർത്ത് വൺ സ്റ്റഡി ഓഫ് മാർക്കറ്റ്, ഫിഫ്ത്ത് വൺ പ്രോഫിറ്റ് മാനേജ്മെൻറ്റ്, സിക്സ്ത് വൺ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, സെവൻത്ത് വൺ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ദെൻ എയ്ത്ത് വൺ ബിസിനസ് സൈക്കിൾ ആൻഡ് ലാസ്റ്റ് വൺ സ്ട്രാറ്റജിക് പ്ലാനിങ്. അപ്പോൾ ഇത്രയുമാണ് മാനേജറിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്, അതല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്, തിയറീസ്, ടൂൾസ് എന്നൊക്കെ ഇതിനെ ചോദിക്കാറുണ്ട്. അത് 3 മാർക്കിനും 6 മാർക്കിനും നിങ്ങളത് ചോദിക്കേണ്ടതാണ് ഈ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തിയറീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. എന്തായിരിക്കും ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്? അതായത് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രൊജക്റ്റ് 5 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 5 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്ന, നമുക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് തോന്നുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, ബാക്കിയുള്ളതൊക്കെ നമ്മൾ വിട്ടുകളയും. അപ്പോൾ അങ്ങനെ വിട്ടുകളയണ വരുന്ന പ്രൊജക്റ്റിൻ്റെ കോസ്റ്റിനെ പറയുന്നതാണ് കോസ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇത് കോസ്റ്റ് ഓഫ് ഫോർഗോയിങ് ഓർ ഗിവിങ് അപ്പ് ആൻ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇതിനെ പറയുന്ന വേറെ പേരുകളാണ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് ഓർ ട്രാൻസ്ഫർ കോസ്റ്റ് എന്നൊക്കെ നമ്മളിതിനെ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പ്രിൻസിപ്പിളാണ് ഇൻക്രിമെൻ്റലിസം, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം. then ഇതിൽ ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റാണ്, 2 തരത്തിലുള്ള ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റാണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നതാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ്, സെക്കൻഡ് വൺ ഇൻക്രിമെൻ്റൽ റവന്യൂ. ഇപ്പോൾ എന്തായിരിക്കും ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്? അതായത് ടോട്ടൽ കോസ്റ്റിൽ വരുന്ന ചേഞ്ചസ് ഡ്യൂ ടു എ ഡിസിഷൻ, അതായത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫേം ഡിസിഷൻ എടുത്തതിൻ്റെ ഫലമായിട്ട് ടോട്ടൽ കോസ്റ്റ്, നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആണല്ലോ, അപ്പോൾ ടോട്ടൽ കോസ്റ്റിൽ വരുന്ന ചേഞ്ചസ് അത് വരുന്നതാണ് ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റിൽ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റിൽ ഇൻക്രിമെൻ്റൽ റവന്യൂ, അപ്പോൾ റവന്യൂവിൽ വരുന്ന ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ ഡ്യൂ ടു എ ഡിസിഷൻസ് ടേക്കൺ ബൈ ദി മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് എടുക്കുന്ന ഡിസിഷൻ്റെ ഫലമായിട്ട് ടോട്ടൽ റവന്യൂവിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു, അതായത് ഔട്ട്പുട്ട് കൂടുക കുറയുക അങ്ങനത്തെയൊക്കെ ഉള്ളത്, പ്രൈസ് കൂടുക കുറയുക, ദെൻ എക്സ്പെൻസസ് കൂടുക കുറയുക, അതിൻ്റെയൊക്കെ ഫലമായിട്ട് റവന്യൂവിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു, അതാണ് ഇൻക്രിമെൻ്റലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. ടൈമാണ്, ടൈമിൻ്റെ ബേസിൽ നമുക്ക് മാർക്കറ്റിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വെരി ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ് ആൻഡ് സെക്കുലാർ പീരീഡ്. ഓക്കെ, അങ്ങനെ നമുക്ക് ടൈമിൻ്റെ ബേസിൽ നമുക്ക് മാർക്കറ്റിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ പറയുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്, 4ാമത്തെ പ്രിൻസിപ്പിളാണ് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഇന്ന് 1 രൂപയുടെ വില എന്ന് പറയുന്നത് നാളത്തെ 1 രൂപ നമുക്ക് കിട്ടുന്നതിനെക്കാട്ടിയും കൂടുതൽ മൂല്യമുള്ളതാണ് എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഫ്യൂച്ചറിൽ എന്താണ് 1 രൂപയുടെ വില എന്ന് നമ്മൾ മുൻകൂട്ടി കാണുക, അപ്പോൾ അതിനെ ഡിസ്കൗണ്ട് ചെയ്യും. ഡിസ്കൗണ്ടിങ് ഫാക്ടർ വെച്ചിട്ട് നമ്മൾ അതിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഇന്നത്തെ 1 രൂപയുടെ ഇന്നത്തെ നമ്മുടെ കയ്യിലുള്ള 1 രൂപയുടെ വില നാളെ എന്താവും എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യും. അതിനെ പറയുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് EQ മാർജിനൽ പ്രിൻസിപ്പിൾ. EQ മാർജിനൽ പ്രിൻസിപ്പിൾസ് കൊണ്ട് എന്നിട്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, മാക്സിമം സാറ്റിസ്ഫാക്ഷൻസ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു മാക്സിമം നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു ബേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മാക്സിമം പ്രോഫിറ്റബിലിറ്റി കിട്ടാനായിട്ടും അതേപോലെ തന്നെ വേസ്റ്റൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ പ്രിൻസിപ്പിൾ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. ചാപ്റ്റർ 1 ഇൻട്രഡക്ഷൻ ടു മാനേജറിയൽ എക്കണോമിക്സ് നമുക്ക് ഇനി ഡീപ്പായിട്ട് നോക്കാം. അപ്പോൾ അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ആണ് ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. ഈ സോഷ്യൽ എന്ന് പറയുന്ന റീസൺ എന്ന് പറയുന്നത് ഇത് മാർക്കറ്റിനെ പറ്റിയിട്ടും സൊസൈറ്റീനെ പറ്റിയിട്ടും ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയിട്ടുമാണ് ഇത് സ്റ്റഡീസ് ചെയ്യുന്നത്. ദെൻ സയൻസ് എന്ന് പറയാൻ കാരണം സോഷ്യൽ പ്രോബ്ലത്തിനെ കുറിച്ചിട്ടാണ് ഇത് സ്റ്റഡീസ് ചെയ്യുന്നത്. ദെൻ ഈ എക്കണോമിക്സ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഏൻഷ്യൻ ഗ്രീക്ക് വേർഡായിട്ടുള്ള ഒയ്ക്കോണോമിയ എന്ന വേർഡിൽ നിന്നുമാണ്. അതിൻ്റെ മീനിങ്സ് ആയിട്ട് പറയുന്നതാണ് മാനേജിങ് എ ഹൗസ് ഹോൾഡ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്, അതാണ് അതിൻ്റെ മീനിങ്. ദെൻ നെക്സ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ വരുന്ന ഡെഫിനിഷൻസ്. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻസ് പറയുന്നതാണ് വെൽത്ത് ഡെഫിനിഷൻ ഉണ്ട്, വെൽഫെയർ ഡെഫിനിഷൻ ഉണ്ട്, സ്കെയർസിറ്റി ഡെഫിനിഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഗ്രോത്ത് ഡെഫിനിഷൻ ഉണ്ട്. ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നതാണ് വെൽത്ത് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആദം സ്മിത്തിൻ്റെയാണ്. ആദം സ്മിത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. ആദം സ്മിത്ത് എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റഡി ഓഫ് ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് നാഷണൽ വെൽത്ത്.
ദെൻ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഈസ് ദി സ്റ്റഡി ഓഫ് വെൽത്തിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യുക. ദെൻ എങ്ങനെയാണ് വെൽത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ആദം സ്മിത്തിൻ്റെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ദെൻ ആദം സ്മിത്തിനെയാണ് ഫാദർ ഓഫ് എക്കണോമിക്സ് ആയിട്ട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനെ നമ്മൾ വിളിക്കുന്നതാണ് വെൽത്ത് ഡെഫിനിഷൻ. കാരണം വെൽത്തിനെ പറ്റിയിട്ടാണ് അദ്ദേഹം എക്കണോമിക്സിനെ പറ്റിയിട്ട് പറയുന്നത്. അതുകൊണ്ട് വെൽത്ത് ഡെഫിനിഷൻ എന്നാണ് ആദം സ്മിത്തിൻ്റെ ഡെഫിനിഷനെ പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് മാർഷൽസ് ഡെഫിനിഷൻ അല്ലെങ്കിൽ വെൽഫെയർ ഓർ നിയോ ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാർഷൽ എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് പൊളിറ്റിക്കൽ എക്കണോമി ഓർ എക്കണോമിക്സ്. ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ദെൻ എക്സാമിൻസ് ദാറ്റ് പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ആക്ഷൻ. അപ്പോൾ മാർഷൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് വെൽത്ത് എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും. ആദം സ്മിത്തിൻ്റെ ആയിരുന്നു വെൽത്ത് ഡെഫിനിഷൻ ആയിരുന്നു, അതിൽ നിന്നും ഏതിലേക്ക് മാറി, വെൽഫെയറിലേക്ക് മാറി. അപ്പോൾ ഇതിൽ എന്തൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്, വെൽത്തിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്, മാൻകൈൻഡിനെയും കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ എന്തെന്ന് പറയുന്നത് വെൽഫെയർ ഡെഫിനിഷൻ എന്ന് മാർഷലിൻ്റെ ഡെഫിനിഷനെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റോബിൻസസ് ഡെഫിനിഷൻസ് സ്കെയർസിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കാണ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു സയൻസാണ്. സ്റ്റഡീസ് ദി ഹ്യൂമൻ ബിഹേവിയർ ദെൻ ആസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കെയർസ് മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. മോഡേൺ ഡെഫിനിഷൻ, ഗ്രോത്ത് ഡെഫിനിഷൻസ്. അപ്പോൾ സാമുവൽസണിൻ്റെ അഭിപ്രായത്തിൽ എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ് വിത്ത് ഓർ വിത്തൗട്ട് ദി യൂസ് ഓഫ് മണി ടു എംപ്ലോയ് സ്കെയർസ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്. അപ്പോൾ പൈസ ഒന്നും നമ്മൾ യൂസ് ചെയ്യാതെ എങ്ങനെയാണ് അത് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്യാതെയോ നമ്മൾ സ്കെയർസ് റിസോഴ്സസിനെ എങ്ങനെയാണ് നമ്മളതിനെ യൂസ് ചെയ്യുന്നത്, മെന്നാണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും എങ്ങനെയാണ് ആ റിസോഴ്സസ് അപ്പം നമ്മൾ സ്കെയർസ് ആയിട്ടുള്ള റിസോഴ്സസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിനെ പറ്റിയുള്ളൊരു സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്നാണ് സാമുവൽസൺസ് പറയുന്നത്. സാമുവൽസൺസിൻ്റെ ഡെഫിനിഷൻസാണ് ഗ്രോത്ത് ഡെഫിനിഷൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിൽ അദ്ദേഹം എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇസ് ദി സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ യൂസ് ദെയർ ലിമിറ്റഡ് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദെയർ അൺലിമിറ്റഡ് വാൻസ്. അപ്പോൾ ഇതാണ് ഷോർട്ടായിട്ട് എക്കണോമിക്സ് എന്നാണ് സാമുവൽസൺസ് പറയുന്നത്. എങ്ങനെയാണ് ആൾക്കാർ ലിമിറ്റഡ് റിസോഴ്സസിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെ അൺലിമിറ്റഡ് വാൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലിമിറ്റഡ് റിസോഴ്സസിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എഫക്റ്റീവ്ലി എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ സാമുവൽസൺസ് ഗ്രോത്ത് ഡെഫിനിഷൻസിൽ അല്ലെങ്കിൽ മോഡേൺ ഡെഫിനിഷൻസിൽ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. നമുക്ക് മെയിനായിട്ട് 2 ബ്രാഞ്ചസ് ആണുള്ളത്, മൈക്രോ എക്കണോമിക്സും അതേപോലെ തന്നെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് വേർഡ് മാക്രോസ് നിന്നുമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാർജ് ആണ്. ഇതിൽ മെയിനായിട്ടും പഠിക്കുന്നത് എക്കണോമി ആസ് എ ഹോൾ, എൻറ്റയർ സ്റ്റഡിയാണ്, നമ്മൾ ടോട്ടലായിട്ട് പഠിക്കുന്നതാണ് ഇത്. എൻറ്റയർ എക്കണോമിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. എക്കണോമിനെ നമ്മൾ ഹോളായിട്ടാണ് പഠിക്കുന്നത്. ഇതിൽ നമ്മൾ പിന്നെയും മാക്രോ എക്കണോമിക്സ് ഓൾസോ നോൺ ആസ് ദി തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റും എന്നും കൂടി മാക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഈ ഗ്രീക്ക് വേർഡായിട്ടുള്ള മൈക്രോസ് എന്ന വേർഡിൽ നിന്നുമാണ് ഇത് വന്നിട്ടുള്ളത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്മോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ദി മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് ദി എക്കണോമി. അതായത് നമ്മളൊരു ഇൻഡിവിജ്വൽസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഫേമിനെ പറ്റിയിട്ടോ കൺസ്യൂമറിനെ പറ്റിയിട്ടോ മാത്രം സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ, അത് ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ മാത്രമായിട്ട് നമ്മൾ അനാലിസിസ് നടത്തുകയാണെങ്കിൽ സ്മോൾ പാർട്ടിനെ മാത്രമേ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സ്മോൾ ആയിട്ട് പറയുന്നത്. Macro economics deals with the decision making of a single economic unit. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സ്മോൾ ആണ്. അപ്പോൾ ഒരു സിംഗിൾ എക്കണോമിക് യൂണിറ്റിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതെന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ദെൻ പ്രൈസ് തിയറി അല്ലെങ്കിൽ തിയറി ഓഫ് മാർഷലിയൻ എക്കണോമിക്സ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്, മൈക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ മീനിങ് ആണ് നമുക്ക് നോക്കേണ്ടത്. മാനേജീരിയൽ എക്കണോമിക്സ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ജോൾ ഡീൻ ആണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹമാണ് ഫാദർ ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് യൂസ് ഓഫ് എക്കണോമിക് അനാലിസിസ് ഇൻ ദി ഫോർമുലേഷൻ ഓഫ് ബിസിനസ് പോളിസീസ്. ബിസിനസ്സിൻ്റെ പോളിസീസൊക്കെ ഫോർമേറ്റ് ചെയ്യാനായിട്ട് എക്കണോമിക് അനാലിസിസ് നടത്താനായിട്ട് യൂസ് ചെയ്യുക. അതാണ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. then ഇതിൽ പറയുന്നുണ്ട് എക്കണോമിക് തിയറീസൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുക, അതേപോലെ തന്നെ അനലിറ്റിക്കൽ ടൂൾസൊക്കെ നമ്മൾ യൂസ് ചെയ്യുക മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അതാണ് ഇതെന്ന് പറയുന്നത് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ദെൻ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് അപ്ലിക്കേഷനാണ്. ദാറ്റ് ഈസ് ദി അപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറീസ് ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ്. ബിസിനസ് മാനേജ്മെൻറ്റിലെ എക്കണോമിക് തിയറീസ് അപ്ലൈ ചെയ്യുക, അതിനെ പറയുന്നതാണ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ദി എക്കണോമിക്സ് ഫോർ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. ദെൻ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി എക്കണോമിക്സ് ഫോർ മാനേജ്മെൻറ്റ്. ദെൻ
മാനേജറിയൽ എക്കണോമിക്സ് മാനേജേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയുമാണ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. കറക്റ്റ് ഡിസിഷൻസ് കറക്റ്റ് സമയത്ത് എടുക്കാനായിട്ട് മാനേജേഴ്സിന് മാനേജറിയൽ എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞത് അപ്ലിക്കേഷൻ ലെവലാണ് മാനേജറിയൽ എക്കണോമിക്സ്. ദ നെക്സ്റ്റ് ടോപ്പിക്കാണ് നാച്ചർ ഓർ കാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് മൈക്രോ എക്കണോമിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ ഏരിയ ആണ് കവർ ചെയ്യുന്നുള്ളൂ. പ്രോബ്ലംസ് ഓഫ് എ പെർട്ടിക്കുലർ ബിസിനസ് യൂണിറ്റ് അല്ലെങ്കിൽ സിംഗിൾ യൂണിറ്റിൻ്റെ പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ്, ഫേം, സിംഗിൾ ഫേം, അല്ലെങ്കിൽ അതിലൊരു പെർട്ടിക്കുലർ കാറ്റഗറീനെ മാത്രം നമ്മൾ സ്റ്റഡി ചെയ്യുക. അതാണ് മൈക്രോ എക്കണോമിക്സ്. അത് നെക്സ്റ്റ് വരുന്നതാണ് നോർമാറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. നോർമാറ്റീവ് സയൻസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഗുഡ് അല്ലെങ്കിൽ വാട്ട് ഈസ് ബാഡും ഗുഡുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക. അതാണ് നോർമാറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫേമിൻ്റെ ഗോൾസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാം. അങ്ങനെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാനായിട്ടും ഹെൽപ്പ്ഫുൾ ആവുന്നുണ്ട്. അതാണ് നോർമാറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെടുത്ത് അതിൻ്റെ ബേസിൽ എൻ്റർപ്രൈസസിൻ്റെ ഗോൾസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക, അതിനത് അച്ചീവ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് പ്രാഗ്മാറ്റിക് മീൻസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി, ദാറ്റ് ഈസ് അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ്. അതാണ് പ്രാഗ്മാറ്റിക് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മാനേജറിയൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്ന കാറ്റഗറീസ് ആയിട്ട് പറയുന്നതാണ് പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് അത് എപ്പോഴും ഷോർട്ടായിരിക്കണം. അത് ഡിസ്ക്രിപ്റ്റീവ് ആവാനായിട്ട്, അത് വൈഡ് ആവാനായിട്ട് പാടില്ല. അത് നമുക്കൊരു ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അത്രയും പ്രിസ്ക്രിപ്റ്റീവ് ആയിരിക്കണം ഏതെന്ന് പറയുന്നത് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നതാണ് യൂസേഴ്സ് മാക്രോ എക്കണോമിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്രോ എക്കണോമിക്സ് എന്താണെന്നുള്ളത്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എൻറ്റയർ സ്റ്റഡിയാണ് നടത്തുന്നത്. അപ്പോൾ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ കേസിൽ ഈ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് വളരെയധികം യൂസ്ഫുള്ളാണ്. നമുക്ക് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ മാനേജറിയൽ എക്കണോമിക്സ് ഹെൽപ്പ്ഫുള്ളാണ്. എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് സമയത്ത്. അപ്പോൾ ആ സമയത്ത് എക്സ്റ്റേണൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് മാനേജറിയൽ എക്കണോമിക്സിനെ ഹെൽപ്പ് ചെയ്യണത് ഈ മാക്രോ എക്കണോമിക്സ് ആണ്. ഈ എക്സ്റ്റേണൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ എക്കണോമിക്സിൽ വരുന്നതാണ് ബിസിനസ് സൈക്കിൾസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ നാഷണൽ ഇൻകം, എക്കണോമിക് പോളിസീസ് ഓഫ് ഗവൺമെൻറ്, ഇതൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് അറിയാനൊക്കെ ഈ മാക്രോ എക്കണോമിക്സ് മാനേജറിയൽ എക്കണോമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് യൂസേഴ്സ് തിയറി ഓഫ് ഫേം എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് വരുന്നത് എക്കണോമിക് കോൺസെപ്റ്റുകൾ, പ്രിൻസിപ്പിൾസ്, ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് അത് സോൾവ് ചെയ്യാനായിട്ട് പ്രിൻസിപ്പിൾസും എക്കണോമിക് കോൺസെപ്റ്റൊക്കെ യൂസ് ചെയ്യുക. അതാണ് യൂസേഴ്സ് തിയറി ഓഫ് ഫേം എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ്. അപ്പോൾ എന്തായിരിക്കും ഈ മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുന്നത്? മാനേജറിയൽ എക്കണോമിക്സിൻ്റെ മെയിൻ എയിമായിട്ട് പറയുന്നത് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, അതായത് കറക്റ്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഫ്യൂച്ചറിക്ക് വേണ്ടിയിട്ടുള്ള പോളിസീസും പ്ലാൻസും ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുക. അതാണ് മെയിൻ എയിമായിട്ട് പറയുന്നത് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് എന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് വരുന്നതാണ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത് മാനേജറിയൽ എക്കണോമിക്സിലെ മോഡേൺ ടൂൾസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ഓപ്പറേഷൻസ് റിസർച്ചിൻ്റെയും ഒക്കെ മോഡേൺ ടൂൾസ് നമ്മളിതിൽ ഡിസിഷൻസ് എടുക്കാനായിട്ടും, അതേപോലെ തന്നെ ഫോർവേഡ് പ്ലാനിങ്ങിൻ്റെ കേസിലും, ദെൻ അക്കൗണ്ടിങ്ങിൻ്റെ കേസിൽ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, പേഴ്സണൽ, ആ കേസിലൊക്കെ നമ്മൾ മോഡേൺ ടൂൾസും റിസർച്ചൊക്കെ, ഓപ്പറേഷൻസ് റിസർച്ചൊക്കെ നമ്മളതിൽ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ആർട്ട് ആൻഡ് സയൻസ് എന്ന് പറയുന്നത്. മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ആർട്സ് ആൻഡ് സയൻസ് ആണ്. സയൻസ് എന്ന് പറയുന്നത് അത് കോസ് ആൻഡ് ഇഫക്റ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദെൻ എസ് ആൻ ആർട്ട് എന്ന രീതിയിൽ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഹെൽപ്പ്ഫുള്ളാണ്. സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. അപ്പോൾ ഇത് നെക്സ്റ്റ് നിങ്ങൾക്ക് എസ് ആയിട്ട് ചോദിക്കേണ്ടതാണ് സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. അപ്പോൾ ആദ്യം നിങ്ങൾ എക്കണോമിക്സിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും, ദെൻ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും കാറ്റഗറീസും കൊടുക്കണം. എന്നിട്ട് വേണം സ്കോപ്പ് ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾ ആദ്യം പോയിൻറ്റ്സ് മാത്രം ഇത് ദെൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. അങ്ങനെയാണ് നിങ്ങൾ എസ് എ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്. ദെൻ ഫസ്റ്റ് പോയിൻ്റാണ് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. എന്താണ് ഈ ഡിമാൻഡ് അനാലിസിസ് നടത്തുന്നത്? എന്തിനാണ് അത് ഫോർകാസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഗുഡ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിമാൻഡ് നോക്കിയിട്ടാണ്. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യണത് ഡിമാൻഡിൻ്റെ മുകളിലാണ്. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് ചെയ്യുന്നതാണ് ഡിമാൻഡ് അനലൈസ് ചെയ്യും, അതേപോലെ തന്നെ അതിൻ്റെ ബേസിൽ അവർ ഡിസിഷൻസ് എടുക്കും. അങ്ങനെ ഡിമാൻഡ് അനലൈസ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നതാണ് ഡിമാൻഡ് തിയറി എന്ന് പറയുന്നത്. ഈ ഡിമാൻഡ് തിയറിയിൽ മെയിനായിട്ടും കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അങ്ങനെ ഈ ഡിമാൻഡ് തിയറി ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ബിസിനസ് പ്ലാനിങ്ങിന് വളരെയധികം അത്യാവശ്യമാണ്.
ഇതാണ് ഫസ്റ്റ് പോയിന്റ്, ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. സ്കോപ്പിലെ സെക്കൻഡ് പോയിന്റ് ആണ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം, നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടണം, അതേപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ മിനിമൈസ് ചെയ്യും വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിസിഷൻസൊക്കെ എടുക്കാനായിട്ട് മെയിനായിട്ടും 2 അനാലിസിസാണ് യൂസ് ചെയ്യുന്നത്. തിയറി ഓഫ് പ്രൊഡക്ഷനും അതേപോലെ തന്നെ കോസ്റ്റ് അനാലിസിസുമാണ് നമ്മളവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ തിയറി ഓഫ് പ്രൊഡക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് വാരിയസ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ കോസ്റ്റിൽ വരുന്ന വേരിയേഷൻസിൻ്റെ റീസൺ എന്താണ്, അതൊക്കെ കറക്റ്റായിട്ട് ഈ തിയറി ഓഫ് പ്രൊഡക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ കോസ്റ്റ് അനാലിസിസിന് മെയിനായിട്ട് നോക്കുന്നത് പ്രോഫിറ്റ് പ്ലാനിങ്ങും കോസ്റ്റ് കൺട്രോളും അതേപോലെ തന്നെ സൗണ്ട് പ്രൈസിങ് പ്രാക്ടീസസൊക്കെയാണ് അതിൽ മെയിനായിട്ടും വരുന്നത്. പ്രൈസിങ് പോളിസീസ് എന്തായിരിക്കും ഈ പ്രൈസിങ് പോളിസീസ് എന്ന് പറയുന്നത്? ഒരു ഫേമിൻ്റെ പ്രൊഡക്റ്റ് സെയിൽസിന് വേണ്ടിയിട്ട് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യണം. ഈ പ്രൈസ് ഫിക്സ് ചെയ്യണത് മാർക്കറ്റിൽ ചില കണ്ടീഷൻസിൻ്റെ ബേസിലാണ് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ ഒരു ഫേമിൻ്റെ റവന്യൂ ഏണിങ്സിനെ ഈ പ്രൈസിങ് പോളിസി വളരെയധികമായിട്ട് ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഫേമിൻ്റെ സക്സസ് ഫെയിലിയർ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യണത് പ്രൈസിങ് പോളിസിയുടെ ബേസിലാണ്. അങ്ങനെ ഒരു പ്രൈസ് തിയറി അതിൽ വരുന്നതാണ് പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻസ്, പ്രൈസിങ് മെത്തേഡ്സ്, പ്രൈസ് ഫോർകാസ്റ്റിംഗ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ് പ്രൈസിങ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റഡി ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ മാർക്കറ്റിനെ പറ്റിയിട്ട് ഫുൾ നോളജ് ആർക്ക് ഉണ്ടായിരിക്കണം? മാനേജർക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ഈ പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം സെയിൽസ് കിട്ടുന്ന മാർക്കറ്റിലായിരിക്കും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ മാർക്കറ്റിനെ പറ്റിയുള്ള കറക്റ്റ് നോളജ് മാനേജർക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് പ്രോഫിറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസ് എൻ്റർപ്രൈസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റാണ്. ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്, ബിക്കോസ് അതിൻ്റെ ഫ്യൂച്ചർ കോസ്റ്റും റവന്യൂസും ഒന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഈ പ്രോഫിറ്റ് തിയറി മെയിനായിട്ടും ഹെൽപ്ഫുള്ളാണ് മാനേജറിനെ സംബന്ധിച്ചിടത്തോളം. കറക്റ്റായിട്ട് പ്രോഫിറ്റ് മാനേജ് ചെയ്യാനായിട്ട് മെഷർമെൻ്റ് ഒക്കെ നടത്താനായിട്ടും ഒരു ഗൈഡായിട്ട് ഈ പ്രോഫിറ്റ് തിയറി ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. അത് എന്ന് പറയുന്നത് സ്കെയർസ് ഫാക്ടറാണ്, അതേപോലെ തന്നെ അത് എക്സ്പെൻസീവുമാണ്. അപ്പോൾ ഒരു മാനേജർ ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന പ്രൊജക്റ്റ് ഏതാണോ അതിൽ മാത്രമാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻവെൻട്രി എന്ന് പറയുന്നതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്കാണ് കീപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്കാണ് അവരെപ്പോഴും കീപ്പ് ചെയ്യേണ്ടത്. സ്റ്റോക്ക് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഓക്കെ, അത് കൂടുതലാവാനും പാടില്ല, അതേപോലെ തന്നെ കുറയാനും പാടില്ല. എപ്പോഴും ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്കാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അതിന് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇൻവെൻട്രി ടെക്നിക്സ്, ABC അനാലിസിസ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇൻവെൻട്രി മോഡൽസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ബിസിനസ് സൈക്കിൾസ് എന്ന് പറയുന്നത്. ബിസിനസ് സൈക്കിൾസ് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ബിസിനസ് ഡിസിഷൻസിന്. ഈ സൈക്കിൾസ് എന്ന് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റീസിൽ വരുന്ന റെഗുലർ ഫ്ലക്ച്വേഷൻസിനെയാണ് ബിസിനസ് സൈക്കിൾസ് എന്ന് പറയുന്നത്. മെയിനായിട്ടും 4 ഫേസസ് ആണ് അതിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഡിപ്രഷൻ, സെക്കൻഡ് വൺ റിക്കവറി, ദെൻ തേർഡ് വൺ പ്രോസ്പെരിറ്റി, ദെൻ ബൂം ആൻഡ് റിസഷൻ. ഇതാണ് ഇത്രയും ഫേസസ് ആണ് അതിൽ മെയിനായിട്ടും വരുന്നത്. ദെൻ ലാസ്റ്റ് വരുന്നതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. സ്കോപ്പിലെ ലാസ്റ്റ് പോയിൻ്റാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമുക്ക് ലോങ് ടേം ഡിസിഷൻസിനുള്ള ഒരു ബേസാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഫ്രെയിം വർക്കാണ് ഈ മാനേജറിയൽ എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോങ് ടേം ഡിസിഷൻസൊക്കെ ഫേമിൻ്റെ ബിഹേവിയറിൽ ഗ്രേറ്റ് ഇമ്പാക്റ്റാണ് അത് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ ലോങ് ടേം ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രാറ്റജീസൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. അങ്ങനെ മാനേജറിയൽ എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക് തിയറീസും രണ്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ സ്കോപ്പ് നിങ്ങൾക്ക് എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോപ്പിൻ്റെ ആദ്യം പോയിൻറ്റ്സ് ചെയ്ത് അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന് മുൻപ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വെക്കണം. എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷനും അതേപോലെ തന്നെ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ, മീനിങ്, ഡെഫിനിഷൻ ഇതെല്ലാം നിങ്ങൾ വെച്ചിരിക്കണം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് ഓർ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്, തിയറീസ് ഓർ ടൂൾസ് ഇൻ മാനേജറിയൽ എക്കണോമിക്സ്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് 3 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അത് ശ്രദ്ധിക്കുക. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്തായിരിക്കും ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് ഫോർഗോയിങ് ഓർ ഗിവിങ് അപ്പ് ആൻ ഓപ്പർച്യൂണിറ്റി. ഏതിനൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അവോയ്ഡ് ചെയ്യുക, അതിന് വരുന്ന കോസ്റ്റിനെ പറയുന്നതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇതിന് നമ്മൾ ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ കോസ്റ്റ് എന്നൊക്കെ നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. ഒരു സാക്രിഫൈസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സാക്രിഫൈസ് ഇല്ല എങ്കിൽ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാവില്ല.
അങ്ങനെ നമുക്ക് ഒരു മെഷീൻ എന്ന് പറയുന്നത് അതിന് ഒരേ ഒരു യൂസ് മാത്രമേ ഉള്ളൂ എങ്കിലേ ആ മെഷീന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇല്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മെഷീന് ഒരു യൂസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇല്ല. ദെൻ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന മാനേജീരിയൽ ഡിസിഷൻസിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് റോളാണ് അതിനുള്ളത്. ഇത് നമുക്ക് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. വാരിയസ് ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യാനായിട്ട് ഈ കോൺസെപ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവൈലബിൾ റിസോഴ്സസ് നമുക്ക് ബെസ്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ പെർട്ടിക്കുലർ പ്രോബ്ലമൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ദെൻ സെക്കൻഡ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം. എന്തായിരിക്കും ഈ ഇൻക്രിമെൻ്റലിസം എന്ന് പറയുന്നത്? ഇതിൽ രണ്ട് കോസ്റ്റാണ് മെയിനായിട്ട്, രണ്ട് കോൺസെപ്റ്റുകളാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റ് ഫസ്റ്റ് വൺ ആയിട്ട് ഇൻക്രിമെൻ്റൽ കോസ്റ്റും സെക്കൻഡ് വൺ ഇൻക്രിമെൻ്റൽ റവന്യൂ. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ്, അതായത് നമ്മൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് അതിലൊക്കെ ചേഞ്ച് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ടോട്ടൽ കോസ്റ്റിലും ചേഞ്ചസ് വരിക. അതാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ, ഏതിൻ്റെ ഫലമായിട്ട് ചേഞ്ച് ഇൻ ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്, പ്രൈസ്, അതിലൊക്കെ ചേഞ്ച് വരുന്നതിൻ്റെ റിസൾട്ടായിട്ട് ടോട്ടൽ റവന്യൂവിലും ചേഞ്ചസ് വരിക. അങ്ങനെ ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ ഇൻക്രിമെൻ്റൽ കോസ്റ്റും സെക്കൻഡ് വൺ ഇൻക്രിമെൻ്റൽ റവന്യൂയും. അങ്ങനെ ഇൻക്രിമെൻ്റൽ പ്രിൻസിപ്പിൾസ് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് തിയറി ഓഫ് കൺസംഷൻ, പ്രൊഡക്ഷൻ, പ്രൈസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഈ കേസിലൊക്കെ നമ്മൾ ഇൻക്രിമെൻ്റൽ പ്രിൻസിപ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻക്രിമെൻ്റൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ അതുമായിട്ടൊക്കെ വളരെയധികം ക്ലോസ്ലി റിലേറ്റഡ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ടൈം പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. എന്തായിരിക്കും ഈ ടൈം പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്? ഈ ടൈം പേഴ്സ്പെക്റ്റീവ് ഇമ്പോർട്ടൻ്റ് റോളാണ് എക്കണോമിക് തിയറിയിൽ ഇതിനുള്ളത്. ദെൻ മാർഷലാണ് ടൈം എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, മാർഷലാണ്. അതേപോലെ തന്നെ ഇതിൽ പറയുന്നതാണ് 4 മാർക്കറ്റ് ഫോംസ് ആണ് ഇതിൽ പറയുന്നത്. ടൈമിൻ്റെ ബേസിൽ വെരി ഷോർട്ട് പീരീഡ്, ദെൻ ലോങ് പീരീഡ്, സെക്കുലാർ പീരീഡ്. ദെൻ ഒരു ഡിസിഷൻസ് നമ്മൾ എടുക്കുമ്പോൾ ആദ്യമായിട്ട് ഈ ഷോർട്ട് റൺ, ലോങ് റൺ ഇഫക്റ്റ് കോസ്റ്റ് ആൻഡ് റവന്യൂവിൻ്റെ മുകളിൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് വേണം ഡിസിഷൻസൊക്കെ എടുക്കാനായിട്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്. അപ്പോൾ എന്തായിരിക്കും ഈ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്? അതായത് നമുക്ക് ഭാവിയിൽ കിട്ടുന്ന ഒരു രൂപയുടെ വാല്യൂവിനെയും കാട്ടിയും കൂടുതൽ വാല്യൂ ആണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ള ഒരു രൂപയുടെ വാല്യൂ എന്ന് പറയുന്നത്. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. റുപ്പീസ് ഇൻ ഹാൻഡ് ടുഡേ വർത്ത് മോർ ദാൻ എ റുപ്പി ടു ബി റിസീവ്ഡ് ടുമോറോ. ദെൻ ഇതിൽ നമ്മൾ ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ഫ്യൂച്ചർ ടൈം മണീനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? പ്രസൻറ്റ് വാല്യൂ കിട്ടാനായിട്ട്. അതാണിത്. ഫ്യൂച്ചർ മണി ഷുഡ് ബി ഡിസ്കൗണ്ടഡ് ടു മേക്ക് ഇറ്റ് ഈക്വലൻ്റ് ടു പ്രസൻറ്റ് വാല്യൂ. അങ്ങനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാനായിട്ട് രണ്ട് റീസണായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഫ്യൂച്ചർ മണിയിൽ എന്തൊക്കെ ഉണ്ട്? അൺസർട്ടനിറ്റി, റിസ്ക്കും ഉണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് റീസണായിട്ട് പറയുന്നത് നമ്മളിപ്പോൾ പ്രസൻറ്റിൽ സാക്രിഫൈസ് നടത്തുന്നുണ്ട്, എന്നിട്ട് നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിലെ ഒരു പ്രപ്പോസലിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പ്രപ്പോസൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസിന് വളരെയധികം യൂസ്ഫുള്ളാണ് ഈ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആണ് ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിൾസിനെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ പ്രിൻസിപ്പിൾസ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്നുണ്ട്. എല്ലാ ഇൻപുട്സും മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഇവിടെ മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബഡ്ജറ്റിങ്ങിൻ്റെ കേസിലാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നതാണ് നമ്മൾ റിസോഴ്സസ് ഒക്കെ നമ്മൾ അലോക്കേറ്റ്